നമസ്കാരം ട്രേഡേഴ്സ്, എല്ലാ ദിവസവും രാവിലെ 7:00 പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. അങ്ങനെ കുറച്ച് 2 ദിവസത്തെ ഒരു അവധി നമുക്ക് കഴിഞ്ഞാണ് നമ്മളിന്ന് മാർക്കറ്റിലേക്ക് വരുന്നത്. ശനിയാഴ്ച മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പ്രാക്ടിക്കലി 3 ദിവസത്തെ അവധിക്ക് ശേഷം മാർക്കറ്റിലേക്ക് വരുന്നു. അപ്പോൾ ഇപ്പോൾ ഉള്ളൊരു പ്രത്യേകത, കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം FIs ഈ മെയ് മാസത്തിൽ അവരുടെ ഏറ്റവും ആദ്യത്തെ ബൈ നടത്തി എന്നുള്ളതാണ്. മെയ് മാസത്തിൽ ഉടനീളം അവർ ഏകദേശം ഒരു 35,000 കോടി രൂപക്ക് സെല്ല് ചെയ്തതിന് ശേഷം വെള്ളിയാഴ്ച ഒരു 1,600 കോടി രൂപയുടെ ബൈ നടത്തിയിട്ടുണ്ട്. കൂടാതെ തന്നെ കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:30 ഗിഫ്റ്റ് നിഫ്റ്റി സ്റ്റോപ്പായത്, അല്ലെങ്കിൽ നമ്മൾ കണ്ടത്. അതിനുശേഷം തിങ്കളാഴ്ച ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്തിരുന്നു, ഇപ്പോഴും ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ഗിഫ്റ്റ് നിഫ്റ്റിയുടെ നില, അല്ലെങ്കിൽ ഇപ്പോൾ എവിടെ വരെ മാർക്കറ്റ് പോയി എന്ന് നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് ഒന്ന് നോക്കാം. ഗിഫ്റ്റ് നിഫ്റ്റി സാറ്റർഡേ ക്ലോസ് ചെയ്തിരിക്കുന്നത് 22,561 എന്ന നിലയിലാണ്. അതിനുശേഷം കഴിഞ്ഞ ശനിയാഴ്ച കഴിഞ്ഞു. ഇന്നലെയൊക്കെ ഗിഫ്റ്റ് നിഫ്റ്റി 100 പോയിൻ്റെയൊക്കെ ഒരു റാലി ഉണ്ടാക്കി 22,675 വരെ പോയിരുന്നു. എന്നാൽ അവിടെ നിന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു ഗിഫ്റ്റ് നിഫ്റ്റി 22,600 ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ ഗ്യാപ്പ് ഡൗണുകളൊന്നും തന്നെ നമുക്ക് ഇല്ല എങ്കിൽ കൂടിയും നമ്മൾ നല്ല ഗ്യാപ്പ് അപ്പ് പ്രതീക്ഷിച്ചിരുന്നു, അത് കിട്ടാനുള്ള സാധ്യതകളില്ല. ഇനി US നോക്കുകയാണെങ്കിൽ ഇന്നലെ ഡോ റെഡിൽ ക്ലോസ് ചെയ്തുവെങ്കിലും അവിടുത്തെ ടെക്നോളജി ഇൻഡെക്സ് ആയിട്ടുള്ള നാസ്ഡാക്ക് NVIDIA എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ചിപ്പ് നിർമ്മാണ കമ്പനി 2.25% റാലി രേഖപ്പെടുത്തിയത് കൊണ്ടും NVIDIA റിസൾട്ട് വെയിറ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നാസ്ഡാക്ക് ഇന്നലെ ഗ്രീനിൽ ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചു. ഇനി US റിച്ച്മണ്ട് ഫെഡ് പ്രസിഡൻറ്റ് ടോം ബാർക്കിൻ, അല്ലെങ്കിൽ ന്യൂയോർക്ക് ഫെഡ് പ്രസിഡൻറ്റ് ജോൺ വില്യംസ് തുടങ്ങിയ ഫെഡറൽ ഒഫീഷ്യൽസിൻ്റെ എല്ലാം തന്നെ പ്രസ് മീറ്റ് ഉണ്ട്. ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റിനെ സംബന്ധിച്ചുള്ള പല സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങളും അല്ലെങ്കിൽ കമൻറ്റുകളും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. അതൊക്കെ തന്നെയാണ് ഈ ഒരാഴ്ച US മാർക്കറ്റിൻ്റെ പ്രധാന കീ ഇവൻറ്റ്. ഇന്ന് ഓസ്ട്രേലിയയിൽ നിന്ന് കൺസ്യൂമർ സെൻറ്റിമെൻറ്റ്സ് ഡേറ്റ വന്ന് വളരെ വീക്കായിട്ടുള്ളൊരു ഡേറ്റയാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന മറ്റ് ഏഷ്യൻ മാർക്കറ്റും, ജപ്പാൻ, കൊറിയ, ചൈന ഉൾപ്പെടെയുള്ള മറ്റുള്ള ഏഷ്യൻ മാർക്കറ്റും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് സ്ലൈറ്റ്ലി നെഗറ്റീവായ ഒരു നിലയിലാണ്. എന്നാൽ മറ്റൊരു അസറ്റ് ക്ലാസ് ആയിട്ടുള്ള ബിറ്റ്കോയിനിലേക്ക് നോക്കുമ്പോൾ അത് ശക്തമായ രീതിയിൽ ഒരു ബ്രേക്കൗട്ട് നടത്തി $71,000 ബിറ്റ്കോയിൻ എത്തി നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഗോൾഡും ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇപ്പോൾ റൗണ്ട്സിന് $2,430 ഒരു സ്പൈക്ക് ഉണ്ടാക്കി മുന്നേറുകയാണ് ഗോൾഡും ബിറ്റ്കോയിനും. ഇനി നമുക്ക് ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലുള്ള സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകൾ ശ്രദ്ധിക്കാം. സെയിൽ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ കമ്പനി നെറ്റ് പ്രോഫിറ്റ്, ഇവരുടെ സ്റ്റീലിൻ്റെ എല്ലാം തന്നെ പ്രൈസ് കുറഞ്ഞത് കൊണ്ട് നെറ്റ് പ്രോഫിറ്റിൽ ഒരു 3% ഇടിവ് ഉണ്ടാക്കിയിട്ടുണ്ട്. ബയോകോൺ കമ്പനി, ഇവരുടെ പുതിയൊരു മെഡിസിന് US ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു. റൈറ്റ്സ് കമ്പനി ബംഗ്ലാദേശ് റെയിൽവേക്ക് വേണ്ടിയിട്ട് ഒരു 200 പാസഞ്ചർ കോച്ച് സപ്ലൈ ചെയ്യാനായിട്ട് ഒരു ഓർഡർ കിട്ടി. ഇന്ത്യ സിമെൻറ്റ് നെറ്റ് ലോസ് കമ്പനി 217 നിന്ന് 29 കോടി രൂപയിലേക്ക് ലോസ് കുറച്ചുകൊണ്ട് വന്നു. ഇത്തവണയും കമ്പനി ലോസ് തന്നെയാണുള്ളത്. വേൾപൂൾ ഇന്ത്യ കമ്പനി നെറ്റ് പ്രോഫിറ്റ് ഇവർ 24% വർദ്ധിച്ച് 79 കോടി രൂപ കരസ്ഥമാക്കി. റവന്യൂവും ഏകദേശം ഒരു 3.5% വർധനവ് രേഖപ്പെടുത്തി. സിറ്റി യൂണിയൻ ബാങ്ക് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 17% വർദ്ധിച്ചു. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 6% വർദ്ധിച്ചു. ഓയിൽ ഇന്ത്യ കമ്പനി ബോണസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 ഷെയറുകൾ ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്ക് 1 ഷെയറുകൾ കിട്ടുമെന്നുള്ള രീതിയിലാണ്, 1:2 എന്ന രീതിയിലാണ് കമ്പനി ഈ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. ജൂലൈ 2 ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ് ഉള്ളത്. ലുപ്പിൻ കമ്പനി US ഡ്രഗ് കൺട്രോൾ അതോറിറ്റി ഇൻസ്പെക്ഷൻ നടത്തിയതിനു ശേഷം 6 നിരീക്ഷണങ്ങൾ റൈസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക. സോളാർ ആക്റ്റീവ ഫാർമ ഈ US ഡ്രഗ് കൺട്രോൾ അതോറിറ്റി ഇൻസ്പെക്ഷൻ നടത്തി, എന്നാൽ ഒരു ഒബ്സർവേഷനും റൈസ് ചെയ്തിട്ടില്ല, സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നുള്ള ഒരു ന്യൂസ് സോളാർ ആക്റ്റീവ ഫാർമയെ സംബന്ധിച്ചുണ്ട്. കൽപ്പാട്ടു പവർ കമ്പനി അരാംകോ എന്ന് പറയുന്ന സൗദിയിലെ ഓയിൽ കമ്പനിയിൽ നിന്നൊരു EPC കോൺട്രാക്റ്റ് ഓർഡർ ലഭിച്ചു. 7,552 കോടി രൂപ വർത്ത് വരുന്ന ഒരു ഓർഡറാണ് ലഭിച്ചത്. ഭാരത് ഇലക്ട്രോണിക് കമ്പനി 1,365 കോടി രൂപയിൽ നിന്ന് 1,784 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർത്തി. IRFC കമ്പനി 1,285 കോടി രൂപയിൽ നിന്ന് 1,717 കോടി രൂപയിലേക്ക്
നെറ്റ് പ്രോഫിറ്റ് ഉയർത്തി. ഇരു കമ്പനികളും മികച്ച നെറ്റ് പ്രോഫിറ്റ് കരസ്ഥമാക്കി. കിറ്റക്സ് കമ്പനി 4 കോടി രൂപയിൽ നിന്ന് 26 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർത്തി. സൈഡസ് ലൈഫ് സയൻസ് കമ്പനി 297 കോടി രൂപയിൽ നിന്ന് 1182 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർത്തി. ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് കമ്പനി 260 നിന്ന് 487 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർത്തി. യുണൈറ്റഡ് ബിവറേജസ് കമ്പനി ആൽക്കഹോൾ ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ ഇവർ ക്യൂൻ ഫിഷർ എന്ന് പറഞ്ഞ പേരിൽ പുതിയൊരു പ്രീമിയം ബിയർ ഇവർ ലോഞ്ച് ചെയ്യുന്നുണ്ട്. കിങ് ഫിഷർ അല്ല, ക്യൂൻ ഫിഷർ. കിങ് ഫിഷർ ഓൾറെഡി ഉള്ള ഒരു കമ്പനിയാണ്, എല്ലാവർക്കും അറിയാം. RVNL കമ്പനി അവർക്ക് റെയിൽവേയുടെ ഭാഗത്തു നിന്ന് പുതിയൊരു ഓർഡർ കിട്ടിയതായിട്ട് കമ്പനി അറിയിച്ചു. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും ടോപ്പിൽ കാണാം ബിറ്റ്കോയിൻ $4804 ഉയർന്ന് 71,000. ഗോൾഡ് $2429 പെർ ഔൺസ്. ബ്രന്റ് ഓയിൽ 83 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന. ഓസ്ട്രേലിയ, ചൈന, കൊറിയ നെഗറ്റീവാണ്. ജപ്പാൻ മാർക്കറ്റ് മാത്രം സ്ലൈറ്റ്ലി പോസിറ്റീവാണ്. ഡോ ഫ്യൂച്ചർ ഫ്ലാറ്റാണ്. ഇന്ന് ക്ലോസ് ചെയ്ത യൂറോപ്യൻ മാർക്കറ്റ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഡോ ജോൺസ് റെഡിൽ ക്ലോസ് ചെയ്തപ്പോൾ നാസ്ഡാക്ക് 100 പോയിൻറ്റിൻ്റെ ഒരു അപ്പ് ഉണ്ടാക്കി. കൂടാതെ തന്നെ US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ICICIയും HDFCയും റെഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇന്ന് ഫിൻനിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. ഫിൻനിഫ്റ്റിയുടെ സ്പോട്ട് ഉള്ളത് 21,500 21,500 കോളും പുട്ടും ആ ഒരു ബ്ലാങ്ക് കാണുന്നത് ഡിക്രീസ് ആയതാണ്. അതായത് വലിയ അവധി ദിവസം കാരണം ആ ഒരു പൊസിഷൻസ് മാത്രമല്ല, ഒട്ടുമിക്ക എല്ലാ പൊസിഷൻസിലെല്ലാം തന്നെ പ്രോഫിറ്റിലുള്ള ആളുകൾ ഇറങ്ങി വന്ന ഒരു കാഴ്ചയാണ് ഒരു ബ്ലാങ്ക് കാണുന്നത്. എനിവേ 21,500 മേജർ റെസിസ്റ്റൻസ് സോൺ. 21,700, 21,900, 22,000 മേജർ റെസിസ്റ്റൻസ് സോണായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. 21,300, 21,200, 21,000 സപ്പോർട്ട് സോൺ. ഇത് ഞാനിപ്പോൾ ഫിൻനിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇനി സ്വാഭാവികമായിട്ടും ഇന്ന് ഒരുപാട് മറ്റുള്ള ഡേറ്റാസ് ഉണ്ട്. ഇന്നത്തെ ബ്രേക്കൗട്ട് സ്റ്റോക്ക്, ഇന്നത്തെ IPO ഡീറ്റെയിൽസ്, ഇന്ന് ഡിവിഡൻഡ് ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള അല്ലെങ്കിൽ റിസൾട്ട് വന്ന കമ്പനീസ്, റിസൾട്ട് അനൗൺസ്മെൻറ്റ്, അതെല്ലാം നമ്മുടെ വെബ്സൈറ്റായിട്ടുള്ള ബിസ്മേറ്റ് ട്രേഡിങ്ങിലെ ട്രേഡ് ബഡ്ഡി ടാബിൽ ലഭ്യമാണ്. അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കൊരു ടെലിഗ്രാം ചാനലുണ്ട്. ന്യൂസൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു സാധാരണ ചാനലാണ്. ആ ഒരു ചാനൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ആരും സെർച്ച് ചെയ്യേണ്ട, ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മാത്രം ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇന്നലെ ഇറാൻ പ്രസിഡൻറ്റ് ഹെലികോപ്റ്റർ ക്രാഷിൽ അദ്ദേഹം കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് മിഡിൽ ഈസ്റ്റിലെല്ലാം തന്നെ ഇതുവരെ യാതൊരു നെഗറ്റീവോ പോസിറ്റീവോ ആയിട്ടുള്ള ഇമ്പാക്റ്റുകളൊന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ല. ആകെ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ഗോൾഡ് റൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഗോൾഡ് അൺയൂഷ്വലായിട്ട് ഗോൾഡ് ഉണ്ടാകുന്ന സ്പൈക്ക് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും വൈകിട്ട് 7 മണിക്ക് കാണാം. താങ്ക് യു.